അന്തിമ കുറ്റപത്രം എറണാകുളം CBI കോടതിയിൽ സമർപ്പിച്ചു. ആ കുറ്റപത്രത്തിലാണ് മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നത്. CBI തിരുവനന്തപുരം ക്രൈം യൂണിറ്റാണ് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. കേസിൽ പീഡന വിവരം മറച്ചുവെച്ചു എന്നതാണ് കുറ്റം. ഇത് സംബന്ധിച്ച മൊഴി ഇവർ CBIക്ക് നൽകിയിരുന്നു എന്നുകൂടി വരുന്നു. വാളയാർ പീഡന കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. CBIയുടെ കുറ്റപത്രത്തിൽ, എറണാകുളം CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് CBI തിരുവനന്തപുരം ക്രൈം യൂണിറ്റ് മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഒരു നടപടി, ഈ CBIയുടെ ഇപ്പോഴത്തെ ഈ നടപടിയെ എങ്ങനെ കാണാം? ഒപ്പം കുറ്റപത്രത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ. ഈ വാളയാർ പീഡന കേസുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് ഈ കേസിൽ മാതാപിതാക്കൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ കേസിൽ ബലാത്സംഗ പ്രേരണാ കുറ്റമാണ് CBI ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്തിമ കുറ്റപത്രം എറണാകുളം CBI കോടതിയിൽ സമർപ്പിച്ചു. CBI തിരുവനന്തപുരം ക്രൈം യൂണിറ്റാണ് ഈ കേസ് അന്വേഷിച്ചതും ഇതിന്റെ തുടർ നടപടികളെല്ലാം സ്വീകരിച്ചതും. അവരാണ് ഇപ്പോൾ എറണാകുളം CBI കോടതിയിൽ ഇത് സംബന്ധിച്ച അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. പീഡന വിവരം മറച്ചുവെച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരായ കുറ്റം. ഇത് സംബന്ധിച്ച് ഈ പീഡനം നടന്ന വിവരം തങ്ങൾക്കറിയാമായിരുന്നു എന്ന് മാതാപിതാക്കൾ CBIക്ക് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വലിയ ട്വിസ്റ്റാണ് ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഈ കേസിൽ നിലവിൽ ഇപ്പോൾ 3 പ്രതികൾ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്. ഈ 3 പ്രതികളാണ് ഉള്ളത്. അവർക്കൊപ്പമാണ് 2 പ്രതികളായി ഈ മാതാപിതാക്കളെ കൂടി ചേർത്തിരിക്കുന്നത്. വാളയാർ പീഡന കേസിൽ ബലാത്സംഗ പ്രേരണാ കുറ്റത്തിന് CBI ഈ മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നു. പീഡന വിവരം മറച്ചുവെച്ചു എന്നുള്ളതാണ് കുറ്റം. തങ്ങൾക്ക് ഇത് കണ്ടിരുന്നു, ഈ പീഡന വിവരം തങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു, അത് കണ്ടിരുന്നു എന്നുള്ള കാര്യം മാതാപിതാക്കൾ ഈ CBIക്ക് മൊഴിയായി നൽകിയിരുന്നു. ഈ മൊഴി സംബന്ധിച്ച അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരെയും പ്രതികളാക്കി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വാളയാർ പീഡന കേസിൽ അതിനിർണായകമായ നീക്കവുമായി CBI ബലാത്സംഗ പ്രേരണാ കുറ്റം ചുമത്തി മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നു. അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ് ശ്രീകാന്ത് കൊച്ചിയിൽ നൽകിയത്. ശ്രീകാന്ത്, ഈ കേസ് തുടക്കം മുതൽ ഒരുപാട് വിവാദങ്ങൾ വരുന്ന കേസിലാണ്. പോലീസ് അന്വേഷണം നടത്തുന്നു, പിന്നീട് CBIക്ക് അന്വേഷണം വിടുന്നു. CBI ആദ്യം സമർപ്പിച്ച കുറ്റപത്രം പോക്സോ കോടതി തള്ളുന്നു. അതിനപ്പുറത്തേക്ക് CBIയുടെ തുടരന്വേഷണം ഉണ്ടാകുന്നു. ഒടുക്കം വർഷങ്ങൾ നീണ്ട് 2021 എന്റെ ഓർമ്മയിൽ ഈ കേസ് CBIക്ക് വരുന്നു. ഇപ്പോൾ വർഷങ്ങൾ നീണ്ട് അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇതൊരു വല്ലാത്ത നീക്കമായി മാറുന്നില്ലേ ശ്രീകാന്ത്? അതിലൊരു സംശയം വേണ്ട. അതായത് ഇതിൽ പീഡന വിവരം യഥാസമയം പോലീസിനെ അറിയിച്ചില്ല എന്നുള്ളത് ഗൗരവതരമായ കുറ്റമാണ്. അതെന്തായാലും അത് സംബന്ധിച്ച് അവർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകും. മാത്രമല്ല, അവരിതിൽ ചെയ്ത വലിയ വീഴ്ചകൾ, പീഡനം നേരിൽ കണ്ടിട്ടും മൗനം പാലിച്ചു എന്നുള്ളതും ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഈ കുറ്റത്തിൽ പെടുന്നുണ്ട്. പോക്സോ IPC വകുപ്പുകൾ, ഈ IPC എന്നത് ഇത് നേരത്തെ നടന്ന BNS ആകുന്നതിന് മുൻപ് നടന്ന കുറ്റമായതിനാലാണ് IPC അതോടൊപ്പം പോക്സോ വകുപ്പുകൾ, IPCയിലെ വിവിധ വകുപ്പുകൾ, പോക്സോയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ നിലവിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇവരെ പ്രതികളാക്കി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. പീഡന വിവരം യഥാസമയം പോലീസിനെ അറിയിച്ചിട്ടില്ല, പീഡന വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർക്കെതിരെ ആരോപിക്കുന്നത്. മാതാപിതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം വെച്ചിട്ടുള്ളത്. മാതാപിതാക്കളാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. അതായത് വലിയ ട്വിസ്റ്റ് ഈ കേസിൽ സംഭവിക്കുന്നു. ശ്രീകാന്ത്, സ്വാഭാവികമായി ഇപ്പോൾ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചു അല്ലെങ്കിൽ അത് അവർ കണ്ടിട്ട് മൗനം പാലിച്ചു എന്ന് പറയുമ്പോൾ ഗുരുതര സ്വഭാവമുള്ള ബലാത്സംഗത്തിന് തുല്യമായി തന്നെ ഒരു സ്വഭാവം വരുന്ന ഒരു കുറ്റകൃത്യമാണ് ഇപ്പോൾ ഇവർക്കെതിരെ ഇപ്പോൾ CBI പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരും ഇനി വിചാരണയുടെ നടപടിയുടെ ഭാഗമാകും, പ്രതികളായ നടപടിയുടെ ഭാഗമാകും, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരില്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇവരെ പ്രതിപ്പട്ടികയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് 3 പ്രതികളാണ് എന്നുള്ളതാണ് വിവരം. അങ്ങനെയെങ്കിൽ ഈ ഇവരും കൂടെ ചേർത്ത് 5 പേർ ഈ വിചാരണ നടപടികളുടെ ഒക്കെ തന്നെ ഭാഗമായി വരും. ഇവർ 2 പേരും കൂടി ഈ അന്തിമ കുറ്റപത്രം, അനുബന്ധ കുറ്റപത്രം വരുമ്പോൾ ഈ പ്രതിപ്പട്ടികയിൽ ഭാഗമായി വരും. വിചാരണ നേരിടേണ്ടി വരും. അതായത് ഇത് അറിഞ്ഞിട്ട് വെക്കുന്നു എന്ന് പറയുന്നതും പോക്സോ കേസ് അടക്കം കണക്കിലെടുക്കുമ്പോൾ കുറ്റകൃത്യം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചു എന്നുള്ളത്, അത് യഥാസമയം പോലീസിനെ അറിയിക്കാതിരിക്കുക എന്നുള്ളത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വാളയാർ കേസിൽ മാതാപിതാക്കൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. അവരും വിചാരണ നേരിടേണ്ടി വരും.
ശ്രീകാന്ത്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇത്തരത്തിൽ തങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു എന്ന് ഇവർ തന്നെ CBI കൊടുത്ത മൊഴിയായിരുന്നു? തീർച്ചയായും ഇത്തരത്തിലൊരു പീഡനം നടന്നിരുന്നു, തങ്ങളത് അറിഞ്ഞിരുന്നു, തങ്ങളത് കണ്ടിരുന്നു എന്ന് ഇവർ തന്നെയാണ് CBIക്ക് മൊഴിയായി നൽകിയത്. തങ്ങളുടെ കുട്ടികൾക്ക് നേരെ അതിക്രമമുണ്ടായി എന്നുള്ള കാര്യം ഇവർ തന്നെയാണ് മൊഴിയായി നൽകുകയുണ്ടായത്. CBI അതിന്മേലും അന്വേഷണം നടത്തി എന്നുള്ളതാണ് വസ്തുത. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇവരെ ഇപ്പോൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും അന്തിമ കുറ്റപത്രത്തിൽ പ്രതികളായി ചേർത്തിരിക്കുന്നതും.